ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റനായിരുന്ന VP സത്യന്റെ 19ാം ചരമവാർഷിക ദിനമാണിന്ന്. സത്യന്റെ ജന്മനാടായ കണ്ണൂർ മേക്കുന്നിൽ വിവിധ അനുസ്മരണ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. മേക്കുന്നിന്റെ കളിക്കളങ്ങളിൽ നിന്ന് അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർന്ന സത്യനെ നാട് ഇന്നും മറന്നിട്ടില്ല. മലയാളിയുടെ ഹൃദയത്തിലേക്ക് പുൽമൈതാനത്തിൽ നിന്നും തൊടുത്തുവിട്ടൊരു ലോങ് ഷോട്ടായിരുന്നു VP സത്യൻ. ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിൽ മാറ്റി നിർത്താൻ കഴിയാത്ത പേരുകളിലൊന്ന്. 1965 ഏപ്രിൽ 29-ന് കണ്ണൂരിലെ മേക്കുന്നിൽ ജനിച്ച സത്യൻ ആ ഗ്രാമീണതയിൽ നിന്നും ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റനായി ഉയർന്നു. 1980-കളുടെ അവസാനത്തിലാണ് ഇന്ത്യൻ ഫുട്ബോളിന്റെ ശക്തികേന്ദ്രമായ മോഹൻ ബഗാനിലേക്ക് സത്യൻ എത്തുന്നത്. 1985-ൽ ദേശീയ ടീമിനായി അരങ്ങേറ്റം കുറിച്ച സത്യൻ വളരെ വേഗത്തിൽ ടീമിലെ പ്രധാന താരമായി മാറി. മിഡ്ഫീൽഡറുടെയോ ഡിഫൻഡറുടെയോ സ്ഥാനം ഒരുപോലെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് സത്യനുണ്ടായിരുന്നു. 41-ാം വയസ്സിൽ 2006 ജൂലൈ 18-ന് ചെന്നൈ പല്ലാവരം റെയിൽവേ സ്റ്റേഷനടുത്ത് വെച്ച് തീവണ്ടി തട്ടി സത്യൻ മരിക്കുമ്പോൾ ഗോളിയില്ലാത്തൊരു ഗോൾ പോസ്റ്റിലെ ശൂന്യത ഇന്ത്യൻ ഫുട്ബോൾ ലോകവും കണ്ടറിഞ്ഞു. 19ാം ചരമവാർഷിക ദിനത്തിൽ ജന്മനാടായ മേക്കുന്നിലെ VP സത്യൻ സ്മാരക മന്ദിരത്തിന് മുന്നിൽ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടന്നു. ഇത്രയും വർഷങ്ങൾക്കിപ്പുറവും സത്യൻ ഓർമ്മിക്കപ്പെടുന്നതിൽ അഭിമാനമുണ്ടെന്ന് ഭാര്യ അനിത സത്യൻ. സന്തോഷവും വിഷമങ്ങളും എല്ലാം തരണം ചെയ്ത് ട്രസ്റ്റ് രൂപീകരണം നടന്നതും എല്ലാം വളരെ നല്ലൊരു സംഗതികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മേക്കുന്ന് പ്രദേശത്തെ ജനങ്ങൾ ഒരിക്കലും മറന്നു പോകാതെ സ്നേഹം നൽകിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സത്യന്റെ സ്മരണയ്ക്കായി വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. ജൂലൈ 20-ന് വൈകിട്ട് 13 വയസ്സിന് താഴെയുള്ളവർക്കായി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റും മേക്കുന്നിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ന്യൂസ് മലയാളം, കണ്ണൂർ.